യദു, പോലീസിന് ഇതുവരെ 3 കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ പറ്റിയാണ്. അതായത് യാതൊരു നീക്കവും അവർക്ക് നടത്താൻ കഴിഞ്ഞില്ല. കോടതിയിൽ കൊണ്ടുപോയപ്പോൾ കോടതി പറഞ്ഞത് ഇതാണോ കുറ്റപത്രം, പോയി അത് തിരുത്തിക്കൊണ്ടുവരൂ എന്നാണ് പറഞ്ഞത്. അത് ഒന്നും തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവർക്ക് സമർപ്പിക്കാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ സജീവമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന നിയമസഭയിലെ പ്രശ്നങ്ങൾ പറയുന്നു, അതുപോലെ തന്നെ ഓരോരോ പോസ്റ്റുകളൊക്കെ ഇട്ട് വീണ്ടും ഒരു ജനപ്രീതി രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാകുകയാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പൂർവാധി ശക്തിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർവാധികം ശക്തിയോടെ എന്നല്ല, എത്രത്തോളം ശക്തമായിട്ട് തിരിച്ചു വരാൻ കഴിയുമോ അത്രയും ശക്തനായിട്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരും. ഗൂഢാലോചന നടത്തിയവരെയൊക്കെ കർശനമായി ശിക്ഷിക്കുക എന്ന ലക്ഷ്യം പ്രാഥമികമായി എടുത്തു വെച്ചിട്ടായിരിക്കും ആ ചെറുപ്പക്കാരൻ തിരിച്ചു വരിക. ആ വരവിനെ തടുക്കാൻ ആർക്കും കഴിയില്ല എന്ന് തന്നെ കരുതിക്കോളൂ. കാരണം ഞാൻ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട്, പരാതികളെക്കുറിച്ചല്ല പറയുന്നത്, ഇരകളുടെ പരാമർശങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ പരാതി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ അല്ല പറയുന്നത്. ആ പരാതികൾക്കൊക്കെ ശേഷം ഒരു വലിയ ഗൂഢാലോചനയ്ക്ക് പാത്രമായിട്ടുണ്ട് മാങ്കൂട്ടത്തിലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ചെറുപ്പക്കാരനെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞത്. ഇപ്പോൾ പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസ് വന്നില്ലായിരുന്നുവെങ്കിൽ, പരാതികൾ വന്നില്ലായിരുന്നുവെങ്കിൽ, ചില മാധ്യമങ്ങളുടെ ഉൾപ്പെടെ ഗൂഢാലോചന വന്നില്ലായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മന്ത്രിയാണ്. ഇന്ന് കേരള മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായി ഈ നാടിൻ്റെ രക്ഷകനെന്ന് പോലും ജനങ്ങൾ വിളിക്കുമായിരുന്ന മാസ്മരികമായ പെർഫോമൻസുമായിട്ട് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം തിളങ്ങിയനെ. നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെയും പിണറായി വിജയൻ്റെയും ഏറ്റവും വലിയ പേടി സ്വപ്നമായിട്ട് ഭരണപക്ഷ ബെഞ്ചിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരുന്നേനെ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് കേസുകളുണ്ട്. സ്ത്രീ വിഷയമാണ്. ഇരകൾ ഇപ്പോഴും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിജീവിതമാണ്, അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ധാർമ്മികമായി രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് കഴിയില്ല. അതുകൊണ്ടാണ് രാഹുലിന് സീറ്റ് നിഷേധിക്കപ്പെട്ടത്. പക്ഷേ ഒരു കുറ്റാരോപിതൻ മാത്രം എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമം നൽകുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അത് തൻ്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് ചെറുപ്പക്കാരൻ കടക്കുകയാണ്. അതായത് മൂന്നാമത്തെ കേസിൽ, ഇപ്പം ഏറ്റവും 3 കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എഫ്ഐആർ ഇട്ടത്. ഇതിൽ ആദ്യത്തെ 2 കേസുകളിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ കോടതി അത് സ്വീകരിച്ചുമില്ല. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി കാര്യങ്ങൾ മാറുകയാണ്. എന്തുകൊണ്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്നുള്ള ചോദ്യം മുഴച്ചു നിൽക്കുന്നു. മൂന്നാമത്തെ കേസിൽ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം ശക്തമായി ഉയരുന്നു. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്ന് മൊട്ട അരുൺ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളിലൂടെ തള്ളിയത് വെച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു കൊടും ക്രിമിനൽ കേരളത്തിൽ വേറെ ഇല്ല. കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്ത്രീകളെ പീഡിപ്പിക്കുന്ന, വഴിയെ ഒരു സ്ത്രീ പോയാൽ അവളെ ദൃഷ്ടി കൊണ്ട് ഗർഭം ധരിപ്പിക്കുന്ന അത്രയും സ്ത്രീകളോട് താല്പര്യമുള്ളൊരുത്തനായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സകലരും ചിത്രീകരിച്ചത്. പക്ഷേ ആ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ആരോപണങ്ങളൊന്നും തെളിയിക്കാൻ ഈ ആരോപണം ഉന്നയിച്ചവർക്ക് കഴിയുന്നില്ല. പരാതിക്കാരെക്കുറിച്ചോ പരാതികളെക്കുറിച്ചോ അല്ല പറയുന്നത്, അതിൻ്റെ മെറിറ്റിലേക്ക് നമ്മൾ പോകുന്നുമില്ല. പക്ഷേ ഈ പരാതിക്ക് ശേഷം സംഭവിച്ച കാര്യങ്ങൾ, അതിനുശേഷമാണല്ലോ ഈ മാധ്യമ വിചാരണയും മാധ്യമ ജഡ്ജിമാരുടെ തൂക്കിക്കൊല്ലലും ഒക്കെ നടന്നത്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെയും നമ്മൾ കേട്ടിരുന്ന ഒരു ആരോപണവും കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താനോ തെളിയിക്കാനോ ശ്രമം പോലും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ കേസുകളിൽ അതിനുള്ള ശ്രമം പോലും ഇപ്പോൾ നടക്കുന്നില്ല. മൂന്നാമത്തെ കേസിലാണെങ്കിൽ ആ കേസിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു കുറ്റപത്രം കൊടുത്തപ്പോൾ അതിന് നല്ല അടിയും കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് 2 കാര്യങ്ങൾ. ഒന്ന്, ഭരണം മാറി. CPM പോലീസുകാരെ ഉപയോഗിച്ച് എതിരാളികളെ ഇല്ലാതാക്കുന്ന പണി അത് പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നമുക്കറിയാം, നമ്മുടെ രക്ഷാപ്രവർത്തന തല്ലിൻ്റെ കേസിലായാലും അല്ലെങ്കിൽ CPM പോലീസുകാരെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പല കള്ളത്തരങ്ങളുടെ കാര്യത്തിലായാലും അതൊക്കെ കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ ആഭ്യന്തര വകുപ്പ് ഇടപെട്ടുകൊണ്ട് ഗംഭീരമായ പ്രവർത്തനം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസുകളിൽ ഈ പറയുന്ന ഗൂഢാലോചന അടക്കമുള്ളവ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടുമെന്ന് ഭയന്നുകൊണ്ടാണോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കുറ്റപത്രം സമർപ്പിക്കാത്തത് എന്ന ചോദ്യമുണ്ട്. അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ബാലിശമായ കുറ്റപത്രങ്ങൾ സമർപ്പിക്കുന്നത് ഭയന്നിട്ടാണോ എന്ന ചോദ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ ജനസ്വീകാര്യത കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്.
രേഷ്മ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനപ്രിയനായിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷേ ഞാൻ പറയുന്നത് ജനപ്രീതി നഷ്ടപ്പെട്ടിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെ ചീത്ത വിളിച്ചതും തെറി വിളിച്ചതും മുഴുവൻ CPM-മാരും BJP-കാരുമാണ്. അത് ആ പാലക്കാട് മണ്ഡലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അതെന്തായാലും പിഷാരടി വന്ന് പൊളിച്ചടക്കി. അപ്പോൾ പിന്നെ രാഹുലിന് ഇപ്പോൾ ആർക്കും ഇരകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണ്ട. എന്താ ഈ DYFI-യും BJP-കാരും ഈ പറയുന്ന യുവമോർച്ചക്കാരും അന്ന് സ്ത്രീകൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയതാണല്ലോ, ഇരകൾക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയതാണല്ലോ. ഇപ്പം എന്തേ കുറ്റപത്രം കൊടുക്കാത്തതിനെതിരെ ഇവർ തെരുവിലിറങ്ങാത്തത്? എന്താണ് ഇരകൾക്ക് നീതി കിട്ടണമെന്ന് ഇപ്പോൾ അവർ പറയാത്തത്? നിയമസഭയിൽ എന്തേ ഒരൊറ്റ CPM MLA പോലും ഈ വിഷയത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കാത്തത്? ഈ കേസിൽ എന്തുകൊണ്ട് തുടരന്വേഷണം ഉണ്ടാകുന്നില്ല? തുടർ നടപടികൾക്ക് എന്ത് സംഭവിച്ചു? എത്രയും പെട്ടെന്ന് കേസ് പൂർത്തിയാക്കണം. ഇരകൾക്ക് എത്രയും പെട്ടെന്ന് നീതി കൊടുക്കണം. അതിജീവിതമാർക്ക് എത്രയും പെട്ടെന്ന് നീതി കൊടുക്കണമെന്ന് എന്താണ് ഒരു CPM-കാരൻ പോലും പറയുന്നില്ലല്ലോ. ഇവിടെ പാലക്കാട്ടെ CPM-ന്റെ ഒരു ഉന്നത നേതാവ് പറഞ്ഞത് ഷാഫി പറമ്പിലിന് ഇതിന് പങ്കുണ്ട്, ബാംഗ്ലൂരേക്ക് ഇടയ്ക്കിടയ്ക്ക് ഷാഫി പോയിരുന്നത് ഈ പരിപാടിക്കാണ്. ഒരു വലിയ ക്രൈം ഷാഫി നടത്തിയെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത്. എന്തേ അതേക്കുറിച്ച് അന്വേഷണത്തിന് ആവശ്യപ്പെടുന്നില്ലേ ഇവർ? നിയമസഭയിൽ എന്തേ ഉന്നയിക്കുന്നില്ലേ? നിയമസഭയിൽ പ്രതിപക്ഷം അടികൊണ്ട് നിരങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഭരണപക്ഷത്തിൻ്റെ മാസ്സായിട്ടുള്ള പെർഫോമൻസാണ്. അപ്പോൾ അതിനിടയിൽ വേണമെങ്കിൽ ഈ വിഷയം ഉന്നയിച്ചാൽ പ്രതിപക്ഷത്തിന് ലൈഫ് ലൈൻ കിട്ടും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് CPM എടുത്തു കാണിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ വേണമെങ്കിൽ ആ വിഷയം ഉന്നയിക്കാം. പക്ഷേ ഈ നിയമസഭയിൽ എവിടെയും അങ്ങനെ ഒരു കാര്യം ഉന്നയിക്കപ്പെട്ടിട്ടില്ല. എന്താണ് കാരണം? അതെന്താണ് അതിൻ്റെ റീസൺ? അതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേസെടുത്ത പോലീസിനെ അന്വേഷിക്കേണ്ട, കുറ്റപത്രം കൊടുക്കേണ്ട. ഈ ഇരകൾക്കാണെങ്കിൽ ഇതിൽ ഇനി കൂടുതലായിട്ട് നിയമത്തിലേക്ക് അവർ വരുന്നുണ്ടെന്ന് അറിയില്ല, അതിനെപ്പറ്റി നമുക്ക് ധാരണയില്ല. ചാനലുകാർക്ക്, റിപ്പോർട്ടർ ചാനലിൻ്റെ അരുൺകുമാർ അടക്കമുള്ള ആളുകൾക്ക് ഇപ്പോൾ മറ്റേ പൂച്ചക്കുഞ്ഞിനെ പോലെ ശബ്ദം എന്നും പറഞ്ഞിട്ട് ഇരകൾക്ക് വേണ്ടി വരേണ്ട കാര്യം വരുന്നില്ല. അപ്പം അതിൽ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ? സകലർക്കും ഈ കേസിലുള്ള താല്പര്യവും ഗ്രിപ്പും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ അതിജീവിതമാരെ കുറിച്ചല്ല കേട്ടോ, അവരെ നമ്മൾ മാറ്റി നിർത്തിയാണ് സംസാരിക്കുന്നത്. അവരെ നമ്മുടെ ഈ സംഭാഷണത്തിൽ എവിടെയും ഈ 3 അതിജീവിതമാരും ഭാഗമല്ല. അവരെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുമില്ല, സംസാരിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് മറ്റുള്ളവരെ കുറിച്ചാണ്. ഇപ്പം P സരിൻ എവിടെ പോയി? P സരിൻ എവിടെ പോയി? കഴിഞ്ഞ ദിവസം വിദേശത്തേക്കും കണ്ടുപോയെന്ന് പറഞ്ഞത്. ഇവിടെ നാട് വിട്ടു. സരിൻ നാട് വിട്ടു. ഞാൻ പറയുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് സരിനായിരുന്നു ഇതിൽ ഏറ്റവും വലിയ അഗ്രസീവ് സ്റ്റാൻഡ് എടുത്തിരുന്ന ഒരാൾ. അപ്പോൾ ഞാൻ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉണ്ടായ സമയത്ത് എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, ഷാഫി പറമ്പിലിനെതിരെയൊക്കെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത് നമ്മുടെ ചാനലിലൂടെയാണ്. അന്ന് രാജൻ ജോസഫ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ അന്ന് 3 എപ്പിസോഡായിട്ട് രാഹുലിനെതിരെയും ഷാഫിക്കെതിരെയും ഒരുപാട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടെന്നും അവർ കൊടും ക്രിമിനലുകളാണെന്നും തുറന്നു പറഞ്ഞിരുന്നു. നമ്മുടെ ചാനലിലൂടെയാണ് തുറന്നു പറഞ്ഞത്. അതിനുശേഷം ഞാൻ സരിനെ വിളിച്ചിരുന്നു. സരിനോട് ചോദിച്ചു, സരിനെ സഖാവെ എന്ന് വിളിച്ചു, സഖാവെ നമുക്ക് ഒരു ഇൻ്റർവ്യൂ തരുമോ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിങ്ങൾക്കുള്ള അലിഗേഷൻസ് എന്താണെന്ന് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ, അല്ല എനിക്കതിന് താല്പര്യമില്ല, ഞാനത് പറയേണ്ടടുത്ത് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അന്ന് പോയ ആളാണ്. ഇന്നേ വരെ പറയേണ്ടടുത്ത് ഒരു കാര്യവും പറഞ്ഞതായി കണ്ടിട്ടില്ല. തെളിവുകൾ അന്ന് തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോൾ നാട് വിട്ടേക്കാണ്. അപ്പം ഞാൻ പറയുന്നത് ഈ സരിനെ പോലെയുള്ള ഒരുപാട് പേർ ഈ വിഷയവും പൊക്കിക്കൊണ്ട് കിടന്ന പ്രശാന്ത് ശിവൻ, BJP-യുടെ പാലക്കാട് എന്താ അധ്യക്ഷനാണ്. ഇപ്പോൾ പ്രശാന്ത് ശിവനും ഇപ്പോൾ ഈ അതിജീവിതമാർക്ക് നീതി കൊടുക്കണ്ട. ഇപ്പോൾ BJP-യുടെ ഒരു നേതാവിനെ കൊടുങ്ങല്ലൂരിൽ സ്വന്തം ഭാര്യ ആക്രമിച്ചതിൻ്റെ പേരിൽ സുഗതനല്ല, ശ്രീകുമാർ, കൊടുങ്ങല്ലൂർ ശ്രീകുമാർ BJP-യുടെ നേതാവാണ്. അവിടുത്തെ ഏതൊരു അധ്യക്ഷനാണ്. അദ്ദേഹത്തിനെതിരെ ഭാര്യയാണ് പരാതി കൊടുത്ത് വാർത്താ സമ്മേളനം വിളിച്ചത്. അവിടെയൊന്നും ഈ പറയുന്ന പ്രശാന്ത് ശിവന് നീതി കൊടുക്കേണ്ട കാര്യമില്ല. അവിടെയൊക്കെ സെലക്റ്റീവായിട്ടുള്ള സ്ത്രീ സംരക്ഷണമാണ്. അപ്പം ഞാൻ പറയുന്നത് സകല സ്ത്രീ സംരക്ഷണക്കാരും ഈ പറയുന്ന സരിനെ പോലുള്ളവരും അരുണിനെ പോലെയുള്ള മാധ്യമ ജഡ്ജിമാരും പരിപാടി അവസാനിപ്പിച്ചു. എല്ലാ ആളുകളും രാഹുലിനെ വിട്ടു. അപ്പോൾ ഇത്രയും കാലം എന്തായിരുന്നു ഇതിന് പിന്നിലുണ്ടായിരുന്നെന്ന് ചോദിക്കട്ടെ. എന്തിനു വേണ്ടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്? 2 തെരഞ്ഞെടുപ്പ് സമയം, ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പും. ഈ 2 തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ എന്തിനാണ് ഒരു കൂട്ടം ആളുകൾ, ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ അന്ന് വർദ്ധിത വൈരത്തോടെ ഈ വിഷയം ആളിക്കത്തിച്ചത്? അതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റീ എൻട്രി. എഴുതി വെച്ചു. ഞാൻ പറയുന്നത് വെറുതെയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അത്യുജ്വലമായ റീ എൻട്രി ഉണ്ടാവും. ആ റീ എൻട്രിയിൽ രാഹുൽ ഈ കാര്യങ്ങളുടെ ഉത്തരം കൂടി കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടായിരിക്കും എങ്ങോട്ടാണോ ചൂട് വയ്ക്കുന്നത് ആ ചൂട് മുന്നോട്ട് വയ്ക്കുക. ഒരു സംശയമില്ല എനിക്കതിന്. രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹത്തെ പറ്റി മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ VD സതീശൻ സർക്കാർ ആയതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനോ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തും VD സതീശനും തമ്മിലുള്ള ചെറിയ, അതായത് ഒരു പ്രത്യേക വൈരാഗ്യമോ അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യമോ അങ്ങനെ ഒന്നും ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ അവർ തമ്മിൽ ഇടയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ അന്വേഷിച്ചത് ആക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു സിമ്പതിയുടെ പുറത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് താല്പര്യമില്ല എന്നുള്ളത്. ഇതിൽ
ഒരിക്കലും വി ഡി സതീശൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഈ കേസിൽ ഉണ്ടാവില്ല. ഒന്നാമത് ആഭ്യന്തരം സതീശൻ്റെ കയ്യിലല്ല. രണ്ടാമത്തെ കാര്യം, വി ഡി സതീശന് ഈ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യമില്ല. വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ മൈലേജ് ഉയർത്താൻ വേണ്ടി കൃത്യമായി ഉപയോഗിച്ചൊരു വിഷയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാകുന്നത്, രാഹുലിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് വി ഡി സതീശനാണ്. അന്ന് തന്നെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ കൺവീനറായിരുന്ന സരിൻ രാജിവെച്ച് CPM-ലേക്ക് പോയത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഏറ്റവും അധികം ശക്തമായി വാദിക്കുകയും തൻ്റെ പക്ഷത്ത് മാങ്കൂട്ടത്തിനെയും ഷാഫിയെയും നിർത്തുകയും ചെയ്ത നേതാവാണ് ഈ പറയുന്ന വി ഡി സതീശൻ. പക്ഷേ വി ഡി സതീശനെ സംബന്ധിച്ച് ഒരു ഘട്ടം വന്നപ്പോൾ തൻ്റെ മുഖം രക്ഷിക്കാൻ, തൻ്റെ മുഖം മിനുക്കാൻ രാഹുലിനെ തള്ളിപ്പറയേണ്ടി വന്നു, രാഹുലിനെതിരെ നടപടിയെടുക്കേണ്ടി വന്നു. രാഹുലിനെ കുറ്റക്കാരനാക്കുന്ന വിധത്തിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വാക്ക് കേട്ട് രാഹുലിനെ പരസ്യമായി അപമാനിക്കേണ്ടി വന്നു. അത് വീഡിയോയുടെ പെർഫോമൻസ് ബൂസ്റ്റിങ്ങിൻ്റെ ഭാഗമായിരുന്നു, വീഡിയോയുടെ മുഖം മിനുക്കലിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആ വിഷയത്തിൽ തൊട്ടാൽ പൊള്ളാൻ സാധ്യതയുണ്ട് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് വി ഡി സതീശൻ ആ വിഷയം എടുക്കില്ല. പകരം എന്താണോ സംഭവിക്കുന്നത് അതിൻ്റെ വഴിക്ക് വിടും. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. ഈ കേസിൽ മൂന്നാമത്തെ കേസിൽ അത് കോഷ് ചെയ്യാൻ വേണ്ടി, അതായത് കേസ് തള്ളിക്കളയാൻ വേണ്ടി രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന 1ഉം 2ഉം കേസുകളിൽ രാഹുലിന് ജാമ്യം കൊടുത്ത ഘട്ടങ്ങളിലൊക്കെ കോടതി രാഹുലിൻ്റെ വാദങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ ജാമ്യങ്ങൾ നൽകുന്നത്. സുപ്രീം കോടതിയിലേക്ക് ഒരു അതിജീവിത രാഹുലിൻ്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോയി സുപ്രീം കോടതി അത് പരിഗണിച്ചു പോലുമില്ല. അപ്പോൾ അതിജീവിതമാർക്ക് എല്ലാവർക്കും തിരിച്ചടി കിട്ടിയിരിക്കുന്ന ഒരു സമയമാണ് നിയമപരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമപരമായി അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ മാങ്കൂട്ടത്തിന് സാധിക്കുന്ന ഒരു സാഹചര്യമാണ്. നിയമത്തിൻ്റെ കാര്യങ്ങൾ ഒരു വഴിക്ക് പോകും. രണ്ടാമത്തേത് ഇതിന് ഗൂഢാലോചനയാണ്. ഞാനിപ്പോഴും പറയുന്നു, അതിജീവിതമാർ ഇതിലില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന കോണ്ടെക്സ്റ്റിൽ അതിജീവിതമാരാരുമില്ല. ഞാൻ പറയുന്നത് ഈ അതിജീവിതമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ നിയമപരമായ ഇടപെടലിൻ്റെ ചുവട് പിടിച്ച് ഈ വിഷയത്തിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാഷ്മിയുമായി നടത്തിയ അഭിമുഖത്തിൽ അത് തുറന്നു പറയുകയും ചെയ്തതാണ്. അതായത് മാധ്യമപ്രവർത്തകരുണ്ട്, ചില രാഷ്ട്രീയക്കാരുണ്ട്, ചില ആളുകൾ മറ്റുള്ള ചിലരുണ്ട്, പോലീസിൽ നടന്നിട്ടുണ്ട്. അവനെ ഒരു കത്തിക്കയറി വന്ന ഒരു രാഷ്ട്രീയ താരത്തെ അടിച്ചില്ലാതാക്കാൻ വേണ്ടി ഒരു വലിയ ഗൂഢാലോചന. അതിൽ പുനരന്വേഷണം ഉണ്ടാകും. ഇവിടെ ഒരു ചോദ്യം എന്ന് പറയാം, അന്വേഷണം ഉണ്ടാകും. ഒരു പക്ഷേ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടാണ് ആ ഒരു വിധി വരുന്നെങ്കിൽ അടുത്തൊരു ഘട്ടം എന്തായിരിക്കും? അതായത് രാഹുൽ മാങ്കൂട്ടൻ ആർക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർക്കൊക്കെ എതിരെ ഒരു കേസ് കൊടുക്കാം? ഇതിന് വ്യക്തിപരമായിട്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അത് രണ്ടെണ്ണമാണ്. ഒന്ന്, കോൺഗ്രസിലേക്കുള്ള പുനഃപ്രവേശനമാണ്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് ശേഷം, രാജിവെക്കുകയോ അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കുകയോ എന്തോ, അതിനുശേഷം അദ്ദേഹം ഒരു കാരണവശാലും മറ്റൊരു പാർട്ടിയിലേക്ക് പോവാതെ ഒരു അടിയുറച്ച കോൺഗ്രസ്സുകാരനായി താൻ നിൽക്കുകയാണ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരവിന് കോൺഗ്രസിൽ തന്നെ ഒരു കരുത്തുറ്റ നേതാവായി തിരിച്ചു വരാനുള്ള എല്ലാ വഴികളും രാഹുൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം, മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് തന്നെ ചവിട്ടി മെതിച്ചതിന് കാരണക്കാരായ ചിലർ ഈ പാർട്ടിയിലുണ്ട്. അവർക്കെതിരായൊരു പ്രതികാരം തൻ്റെ തിരിച്ചുവരവിലൂടെ നൽകുക എന്ന ലക്ഷ്യവും രാഹുലിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഇനി എടുക്കാൻ പോകുന്നത് ഒന്ന്, നിയമപരമായിട്ട് ഈ കേസുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, കോഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ ഈ പറയുന്ന ഗൂഢാലോചന അന്വേഷിക്കാൻ വേണ്ടി ഒരു നിയമപരമായ മറ്റൊരു നീക്കത്തിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ CPM അല്ല ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണപരമായിട്ട് ഇതിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കും എന്നുള്ളത് ഒരു പോയിന്റാണ്. പിന്നെ അതുപോലെ തന്നെ രാഹുലിനെ സംബന്ധിച്ച് തിരിച്ചു വരാൻ വേണ്ടി അദ്ദേഹം ജനപിന്തുണ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കുക, പ്രതിപക്ഷ നിരയിലുള്ള ഏത് നേതാവ് ഇടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളെക്കാൾ കൂടുതൽ റീച്ച് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. ഇപ്പോൾ CPM-കാർ പറയും ഇത് സോഷ്യൽ മീഡിയ, അത് മറ്റേ പെയ്ഡ് റീച്ചാണ്, ആരും ചെയ്യുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ മണ്ടത്തരമാണ് ഇവർ പറയുന്നത്. കാരണം ഈ CPM-കാർ തന്നെയാണ് തെറി പറയാൻ വന്ന് രാഹുലിൻ്റെ പോസ്റ്റുകൾ എൻഗേജ് ആക്കുന്നത്. ഈ ഫേസ്ബുക്ക് അൽഗരിതത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പ് പറയാത്ത പൊട്ടന്മാരായിട്ടുള്ള CPM-ൻ്റെ സൈബർ അടിമകളാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കേണ്ട റീച്ച് മുഴുവൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവർ ഇതുപോലെ തെറി വിളിക്കാൻ ഓടിച്ചെന്ന് ഹിറ്റാക്കിയ ഒരു മനുഷ്യനായിരുന്നു മറുനാടൻ മലയാളിയുടെ സാജൻ ഷ്കാരിയ എന്ന് പറയുന്നതിൻ്റെ എഡിറ്റർ. ഇയാൾ ഈ CPM-കാരെ ചീത്ത വിളിക്കുന്നത് BJP-യോടുള്ള അമിത വിധേയത്വം കൊണ്ടായിരുന്നു. അന്ന് BJP-കാർ പറഞ്ഞാൽ എന്തും ചെയ്യുന്ന സ്വഭാവമായിരുന്നു അന്ന് ഇയാൾ യൂട്യൂബിലൂടെ ചെയ്തിരുന്നത്. ഇന്ന് വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, അപ്പോൾ അന്ന് അയാൾ ഈ പറയുന്ന CPM-നെ ചീത്ത വിളിക്കുന്നു. CPM-കാർ സംഘടിതമായിട്ട് ഇയാളെ ചീത്ത വിളിക്കാൻ വേണ്ടി ഇയാളുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു.
ഇയാളുടെ റീച്ച് വാഹക്കുറ്റി പോലെ മേലേക്ക് പോകുന്നു. അയാളത് വെച്ച് പൈസ ഉണ്ടാക്കുന്നു. അയാൾ വലിയ വലിയ ചാനൽ വളർത്തുന്നു, വലിയൊരു യൂട്യൂബറായിട്ട് മാറുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സാജൻ ഷ്കാരിയയുടെ വളർച്ചയ്ക്ക് പിന്നിൽ CPM ആണ് അക്ഷരാർത്ഥത്തിൽ. അപ്പോൾ CPM കടന്നാക്രമിക്കുമ്പോൾ സാജൻ എന്ത് പറയും? കോൺഗ്രസ്സുകാരെ, ലീഗുകാരെ, ഈ പറയുന്ന ലീഗുകാരെ പുള്ളി വിളിക്കില്ല, പുള്ളിക്ക് മുസ്ലിങ്ങളോട് അത്ര താല്പര്യമില്ല. അപ്പോൾ പുള്ളി വിളിക്കുന്നത് കോൺഗ്രസ്സുകാരെ, BJPക്കാരെ എന്നതേ CPM ആക്രമിക്കുന്നേ, രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ BJPക്കാരും കോൺഗ്രസ്സുകാരും ഓടി വരും. അങ്ങനെ സാജൻ ഷ്കാരിയയുടെ വ്യൂ ഈ എല്ലാവരും കൂടി ഹേറ്റേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു, കമൻ്റ് ഇടുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പുറത്തുള്ളവർ ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നു. അങ്ങനെ ഒരു വലിയ റീച്ച് ഈ പറയുന്ന സാജൻ ഷ്കാരിയയ്ക്ക് ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏകദേശം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്ന റീച്ചിൻ്റെ ഒരു സ്ട്രാറ്റജി ഇതാണ്. അതായത് ഹെയ്റ്റ് ക്യാമ്പയിനായിട്ട് ഈ CPMകാരും BJPക്കാരും ഇരച്ചെത്തും. പോസ്റ്റിൻ്റെ ഇൻട്രാക്ഷൻ വർദ്ധിക്കും. സ്വാഭാവികമായിട്ടും ഫേസ്ബുക്കും യൂട്യൂബും, ഫേസ്ബുക്ക് ഈ പേജ് കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യും ഈ പോസ്റ്റ്. അപ്പോൾ കൂടുതൽ ആളുകൾ കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ രാഹുലിനെതിരെ തെറിവിളി വരുമ്പോൾ രാഹുലിനെ സംരക്ഷിക്കാൻ വേണ്ടി അവരും വരും. അങ്ങനെ ഈ പോസ്റ്റ് വലിയ തോതിൽ എൻഗേജ്ഡ് ആവും. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റുകൾക്ക് ഇത്ര റീച്ച് കിട്ടുന്നത്. അല്ലാതെ ഇവർ പറയുന്ന പോലെ അത് പെയ്ഡ് ബൂസ്റ്റോ പെയ്ഡ് റീച്ചോ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും കമൻസോ ഇത്രയും ഷെയർ ഒന്നും വരില്ല. അത് ഫേസ്ബുക്ക് അൽഗരിതം അറിയുന്നവർക്കറിയാം, ഇത് നോർമലായിട്ട് കിട്ടുന്ന സാധനമാണ്. അത് ഈ മണ്ടന്മാർ തന്നെയാണ് രാഹുലിന് ഇത്രയും റീച്ച് ഉണ്ടായി കൊടുക്കുന്നത്. എന്തായാലും അതുകൊണ്ട് രാഹുൽ സജീവമായി തന്നെ രാഷ്ട്രീയ ഭൂമികയിലുണ്ട്. ഇപ്പോൾ ഈ സോക്കോൾഡ് മാധ്യമങ്ങൾ, അതായത് റിപ്പോർട്ടറായാലും ന്യൂസ് 24 മലയാളമാണെങ്കിലും മറ്റു ചില ചാനലുകളായാലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടെന്ന് പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ബൈറ്റ് പോലും പ്രസിദ്ധീകരിക്കില്ല. കാരണം അവർ നേരത്തെ തന്നെ ചില ആലോചനകളുടെ അടിസ്ഥാനത്തിൽ അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരിക്കലും നേരിട്ട് രാഹുലിൻ്റെ ഒരു ബൈറ്റ് എടുക്കാനോ രാഹുലിൻ്റെ വാദം കാണിക്കാനോ പറ്റില്ല. പക്ഷെ വേണ്ട, ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ അരുൺകുമാറും അല്ലെങ്കിൽ ഈ റിപ്പോർട്ടറും അവഗണിച്ചാൽ തീർന്നു പോകുന്നതൊന്നുമല്ല ഇയാളുടെ ഭാവി. രാഹുൽ മാങ്കൂട്ടത്തിൽ അത് തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഉണ്ട്. ജനപിന്തുണ രാഹുലിന് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുലിന് തിരിച്ചു വരാനും ശക്തമായിട്ട് മുന്നോട്ട് പോകാനുമുള്ള സാധ്യതയുണ്ട്. അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. ഇപ്പോഴും വലിയ പിന്തുണ രാഹുലിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയാം, അധികം വൈകാതെ രാഹുലിൻ്റെ ഒരു വമ്പൻ റീ എൻട്രി ഉണ്ട്. അതൊരു വലിയ സർപ്രൈസും ആയിരിക്കും, സസ്പെൻസും ആയിരിക്കും. അത് കാത്തിരുന്ന് കണ്ടോളുക എന്നേ പറയാനുള്ളൂ.